ഹായ്. കരിമ്പനകളുടെ നാട്ടിലാണ് നമ്മളിപ്പോൾ. പാലക്കാട് വൈസ് പാർക്കിലുള്ള കഞ്ചിക്കോട് എത്തിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ബാർടെക്കിൻ്റെ ഓഫീസിലാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ ബേനിയ സുഹൃത്തുക്കൂടായ വിജയ് സാറാണ്. സാർ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ബാർടെക് എന്ത് സർവീസാണ് നമുക്ക് കൊടുക്കുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാറിലേക്ക് വരാം. വിജയ് സാർ, എന്താണ് നമ്മുടെ ബാർടെക്കിനെ കുറിച്ചിട്ട് സാറിനൊരു ഇൻട്രോ പറയാനുള്ളത്? ബാർടെക് സിസ്റ്റംസ് എന്ന കമ്പനി ഞങ്ങൾ 1997 തുടങ്ങിയതാണ്. ഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദർ രാജേഷ് ഓടിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ഈ ബാർകോഡിംഗ് ടെക്നോളജി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ബാർടെക് എന്നുള്ളത്. ആ രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ബേസിക് ഫോക്കസ് വന്നിട്ട് കസ്റ്റമേഴ്സിന് എങ്ങനെ ബാർകോഡിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെ അവരുടെ ബിസിനസ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, അതിന് വേണ്ട കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കുക എന്നാണ് നമ്മുടെ മെയിൻ എയിം. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള സകല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓഫീസും ഫാക്ടറിയും ഡൽഹിയിലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സദേൺ സ്റ്റേറ്റ്സ് എല്ലാം നമ്മൾ ഇവിടുന്നാണ് കവർ ചെയ്യുന്നത്. നോർത്തൊക്കെ നമ്മൾ അവിടുന്ന് കവർ ചെയ്യുന്നുണ്ട്. അതാണ്. 97 സ്റ്റാർട്ട് ചെയ്താണ്. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള, നമുക്കറിയാം ഓരോ ബിസിനസ്സും എൻഹാൻസ്മെൻറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ടെക്നോളജീസ് ആവശ്യമുണ്ട്. നമുക്കിപ്പോഴും പറയും നമുക്ക് സിസ്റ്റം ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും. എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് ശ്രമമായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും സർവീസുകളാണ് ബാർടെക് ഓഫർ ചെയ്യുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ഒരു സർവീസിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് വരാം. സാർ, നമുക്ക് ബേസിക്കലി നമുക്ക് കാര്യം മനസ്സിലായി, നമ്മൾ ബാർകോഡിങ്ങുമായി റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ സർവീസുകളാണ് നമുക്ക് അതിൽ ഇവിടുന്ന് ഓഫർ ചെയ്യുന്നത്? മീൻസ് ഒരു ഇൻ ടേംസ് ഓഫ് നമ്മൾ മെഷീനറീസ് ആണോ, അതിൽ നമ്മൾ കൺസ്യൂമബിൾസ് ആണോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? നല്ലൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് കംപ്ലീറ്റ് സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത്. കംപ്ലീറ്റ് സൊല്യൂഷൻ പറഞ്ഞാൽ ബാർകോഡിംഗ് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് അവർക്ക് ബാർകോഡ് പ്രിന്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് വേണം. ഫോർ എക്സാമ്പിൾ ബാർകോഡ് പ്രിന്റേഴ്സ് ആയിക്കോട്ടെ, ബില്ലിംഗ് പ്രിന്റേഴ്സ് ആയിക്കോട്ടെ, മൊബൈൽ പ്രിന്റേഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം ഹാർഡ്വെയറിൽ വരുന്നതാണ്. അപ്പോൾ ഒന്ന് ആ എക്യുപ്മെന്റ്സ് വേണം, ഹാർഡ്വെയർ എക്യുപ്മെന്റ്സ് വേണം. പിന്നെ ആ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ. പിന്നെ അത് മാത്രമല്ല, ഈ എക്യുപ്മെന്റ്സിനൊപ്പം യൂസ് ചെയ്യാനുള്ള കൺസ്യൂമബിൾസ് ഉണ്ട്. അതാണ് ആക്ച്വലി ഒരു റിക്കറിംഗ് ബിസിനസ് പറയുന്നത്. അപ്പോൾ ഈ കൺസ്യൂമബിൾസ് ആണ് അനദർ ഇമ്പോർട്ടൻറ്റ് റവന്യൂ ജനറേഷൻ പാർട്ട്. അപ്പോൾ ഈ അപ്പോൾ ബാർടെക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് മൂന്നും കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. വേൾഡിലെ ലീഡിങ് ബാർകോഡ് എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിന്റെ ബ്രാൻഡ്സിന്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ആൾമോസ്റ്റ് 10-29 വർഷം നമ്മൾ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് ലീഡിങ് ബ്രാൻഡ്സ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് അവർക്ക് വേണ്ട കംപ്ലീറ്റ് റേഞ്ച് ഓഫ് കൺസ്യൂമബിൾസ് അത് നമ്മുടെ 2 ഫാക്ടറി, പാലക്കാടും കഞ്ചിക്കോടും അതേമാതിരി മറ്റേ ഡൽഹിയിലുള്ള ഫാക്ടറിയിൽ നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഒരു ബാർടെക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവറിത്തിങ് അണ്ടർ വൺ റൂഫ് എന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും ആ എക്സ്പെർട്ടൈസും കൂടി ചേർന്നിട്ട് കസ്റ്റമർക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ അണ്ടർ വൺ റൂഫ് കൊടുക്കാവുന്ന ഒരു ഇതാണ് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർക്ക്. അതാണ്. ക്ലിയർ ആണ്. 30+ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 30+ ഇയേഴ്സ് ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മൊണോപ്പൊളി ആവാം, അതുപോലെ തന്നെ അതിലൊരു മാസ്റ്റർ ആവാം. ഓൾമോസ്റ്റ് ഈ ഒരു ഫീൽഡിലുള്ള എല്ലാ റെപ്യൂട്ടായിട്ടുള്ള കമ്പനികളുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളും ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. നോർത്ത് സൈഡിൽ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ സദേൺ സൈഡിൽ നമ്മൾ കേരള കഞ്ചിക്കോട് നിന്നാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് 1-2 അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി തരുന്ന 1-2 മെഷീൻസിനെ കുറിച്ച് നമുക്കൊന്ന് ആ ഒരു പിന്നെ പ്രിൻറ്റിങ് മെഷീൻസിനെ കുറിച്ച് നമുക്ക് സാറിനൊന്ന് ചോദിച്ചറിയാം. സാർ, ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിൻറ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? ബാർകോഡ് പ്രിന്റേഴ്സ്, ലേബിൾ പ്രിന്റേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലേബിൾ പ്രിന്റേഴ്സ് പല റേഞ്ചിൽ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം 10,000 rupees ഓൺവേർഡ്സ് അവൈലബിൾ ആണ്. ഇന്നൊക്കെ റേറ്റ് വളരെ എക്കണോമിക്കലായിട്ട് മാർക്കറ്റിൽ വരാൻ തുടങ്ങി. അപ്പോൾ മോസ്റ്റ്ലി കസ്റ്റമേഴ്സിനൊക്കെ ഈ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് മതിയാവും. പിന്നെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാത്രമേ അവർക്ക് കുറച്ചും കൂടി റഗഡ് ആയിട്ടുള്ള മെറ്റൽ ബോഡിയും ഡിസ്പ്ലേ ഒക്കെ ഉള്ള വലിയ പ്രിന്റേഴ്സിന് ആവശ്യമുണ്ടാവുള്ളൂ. അത് ഷോപ്പ് ഫ്ലോറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഡസ്റ്റൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയൽ പ്രിന്റേഴ്സ് ഉണ്ട്. ദാറ്റ് ക്യാൻ ഗോ അപ് ടു 1.5 lakhs to 2.3 lakhs വരെ പോകുന്ന പ്രിന്റേഴ്സ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി കസ്റ്റമേഴ്സിന് നമുക്ക് എൻട്രി ലെവൽ പ്രിന്റേഴ്സ് മതിയാവും. അപ്പോൾ ആ പ്രിന്റേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഞാൻ പറഞ്ഞ മൊബൈൽ പ്രിന്റേഴ്സ്, ഇപ്പോൾ മൊബൈലിൽ നിന്നൊക്കെ നമുക്ക് നിറയെ ഫ്രീ ആപ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ റീറ്റെയിലെ സംബന്ധിച്ചോളം ചെറിയ കടയിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ട് അവരുടെ മൊബൈലിൽ തന്നെ അവർക്ക് ചെറിയ മൊബൈൽ പ്രിന്റർ യൂസ് ചെയ്തിട്ട് അന്നത്തെ ബില്ല് പ്രിന്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ മൊബൈൽ പ്രിന്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതിൽ പല റേഞ്ചസ് ഉണ്ട്. അതായത് സാധാരണ പ്രിന്റേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 4 inches ആണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ഒരു 4 inches വരെ നമുക്ക് വിഡ്ത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റും. ലെങ്ത് എത്ര വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. പിന്നെ
കുറച്ചും കൂടി വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ 6 inches അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ അപ് ടു 10 inches അവൈലബിൾ ആണ്. ഓക്കെ. അതാണ് മാക്സിമം വേൾഡ് വൈഡ്. ഓക്കെ. പക്ഷെ അതൊക്കെ വളരെ റെയർ ആണ്. വലിയ കെമിക്കൽ ഇൻഡസ്ട്രി ഡ്രംസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നിടത്താണ് ഇത്രയും വലിയ ലേബിൾസ് വേണ്ടിയിട്ട്. ജനറലി മാർക്കറ്റിൽ പോകുന്നത് 4 inches ആണ്. 4 inches. ആ 4 inches പ്രിന്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ പ്രിന്റേഴ്സിൽ തന്നെ റെസൊല്യൂഷൻസ് ഉണ്ട്, അതായത് പ്രിന്റ് ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ. ആസ് പെർ ബാർകോഡിംഗ് ടെക്നോളജി വേൾഡ് വൈഡ് പറയുന്ന സമയത്ത് 203 dpi ആണ് ഒരു സ്റ്റാൻഡേർഡാണ്, വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ്. അതായത് നമ്മുടെ ഹെഡിൻ്റെ റെസൊല്യൂഷൻ ഉണ്ടല്ലോ, ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയും. അപ്പോൾ ആ 203 dpi അല്ലെങ്കിൽ 203 dpi മിനിമം വേണം, എന്നാലേ ഒരു ബാർകോഡ് നമ്മളത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ആ ബാർകോഡിന് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ, വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ 203 എല്ലാ പ്രിന്റേഴ്സിനും എടുത്തു കഴിഞ്ഞാൽ ബേസിക് 203 ബൈ ഡിഫോൾട്ട് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും ചില ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജ്വല്ലറിയുടെ ലേബിൾ വന്നിട്ട് വളരെ ചെറുതായിരിക്കും. പക്ഷേ അതിൽ കുറേ ഇൻഫർമേഷൻ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അവർക്ക് വേസ്റ്റേജ് ഉണ്ട്, പിന്നെ വെയിറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി നോളജ് ഇത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് എഴുതുന്ന സമയത്ത് യു നീഡ് എ ഹൈ റെസൊല്യൂഷൻ പ്രിന്റ്. അപ്പോൾ 203 കഴിഞ്ഞാൽ അടുത്ത റെസൊല്യൂഷൻ വന്നിട്ട് 300 dpi. ഓക്കെ, അതാണ് കുറച്ച് ഹൈ റെസൊല്യൂഷൻ. പിന്നെ 300 dpi കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വന്നത് 600 dpi. അതാണ് മാക്സിമം. അപ്പോൾ ഈ 600 അല്ലെങ്കിൽ 300 ഒക്കെ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഒന്നില്ലെങ്കിൽ ജ്വല്ലറിയിൽ, 600 ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഉണ്ടല്ലോ. മെമ്മറി ചിപ്സ് ഒക്കെ ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മെമ്മറി ചിപ്സിൻ്റെ മുകളിൽ ചെറിയൊരു റാമിൻ്റെ മുകളിലൊക്കെ ചെറിയൊരു ലേബിളാണ്. അവിടെ സ്പേസ് വളരെ കുറച്ചാണ്, പക്ഷേ ഇൻഫർമേഷൻ കുറേ, ഒരു QR കോഡും കുറേ ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രിൻറ്റിംഗ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ദ പ്രിൻറ്റർ മസ്റ്റ് ബി എ ഹൈ റെസൊല്യൂഷൻ പ്രിൻറ്റർ. അപ്പോൾ പ്രിൻറ്റേഴ്സിൽ ഒന്ന് വിഡ്ത്ത് വൈസ് നമുക്ക് അതിനെ തരംതിരിക്കാം, പിന്നെ ഒന്ന് അതിൻ്റെ റെസൊല്യൂഷൻ വൈസ് തരംതിരിക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ പ്രിൻറ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇത് പല ബ്രാൻഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട്, അവരുടെ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഓവർ സെല്ലിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു കസ്റ്റമർക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ മേ ബി ഒരു ദിവസം 500 ലേബിൾ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 ലേബിൾ പ്രിന്റർ മതിയാവും. പക്ഷേ ഒരു കസ്റ്റമർ വന്നിട്ട് 4/6 വലിയ ലേബിളാണ് പ്രിന്റ് ചെയ്യണത്. അപ്പോൾ അവർക്ക് നമുക്ക് വലിയ ഇൻഡസ്ട്രിയൽ പ്രിന്റർ കൊടുക്കുന്നുണ്ട്. ചില കസ്റ്റമർ വന്നിട്ട് നെറ്റ്വർക്കിലായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്, ഷോപ്പ് ഫ്ലോറിലായിരിക്കും വയ്ക്കുക. അപ്പോൾ അവർ നമുക്ക് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് പ്രിന്റർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കസ്റ്റമർ ആൻഡ് ദർ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സൊല്യൂഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് പ്രിന്റേഴ്സിലുള്ളത്. ഇതേപോലെ തന്നെ മൊബൈൽ പ്രിന്റേഴ്സിൽ നമുക്ക് 2 inch മൊബൈലുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ 3 inches ഉണ്ട്, പിന്നെ 4 inches ഉണ്ട് മൊബൈൽ പ്രിന്റേഴ്സ്. അപ്പോൾ അത് കസ്റ്റമർ എന്താണ് എടുക്കാനും അതനുസരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ സർവീസും സ്പെയർ പാർട്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് പ്രിന്റേഴ്സിനെ സംബന്ധിച്ചുള്ളത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നമ്മളൊരു സാധനം ഒരാൾക്ക് മാനുഫാക്ചർ ചെയ്യുക, അതല്ലെങ്കിൽ സെല്ല് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക എന്നാൽ വളരെ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ സർവീസും കൃത്യമായിട്ട് ഒരു 30+ years ഈ ഇൻഡസ്ട്രിയിലുള്ളതെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് പ്രിൻ്റർ നമ്മൾ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് എനി കൈൻഡ് ഓഫ് മെഷീൻസ് ആണ് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് വരാം. പക്ഷേ അതിൻ്റെ സർവീസ് 100% കൊടുക്കുന്നതാണ് ഒരു ട്രസ്റ്റഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെങ്കിലും നമ്മൾ ബാർടെക് ഒന്ന് ഓഫർ ചെയ്യുന്നത്. സോ പ്രിൻ്ററിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മളിപ്പം ഷെയർ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ അടുത്തത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞു. സോ A to Z സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ, നമുക്ക് ആവശ്യമുള്ള നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമുക്ക് കംപ്ലീറ്റ് ടീമുണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ERP അവർ യൂസ് ചെയ്യുന്നുണ്ടോ, SAP യൂസ് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ട്, ഒറാക്കിൾ യൂസ് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ERP യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, പല പല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ERPയിൽ കുറേ സംഗതികൾക്കൊക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അവർ വിചാരിക്കുന്ന മാതിരി ചിലപ്പോൾ അവർക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ സ്കോപ്പ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ നമ്മുടെ ഈ ബാർകോഡിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട്, ബാർകോഡിംഗ് ഹാർഡ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മിഡിൽ വെയർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും നമ്മുടെ ടീം. എന്നിട്ട് ആ മിഡിൽ വെയർ സോഫ്റ്റ്വെയർ വന്നിട്ട് ഈ കസ്റ്റമറുടെ ERP സോഫ്റ്റ്വെയറും നമ്മുടെ ഈ ബാർകോഡ് എക്യുപ്മെൻറ്റ്സ് തമ്മിലുള്ളൊരു കണക്ഷനാണ്, ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഈ ബാർകോഡിംഗ് എക്യുപ്മെൻറ്റ്സ് എല്ലാം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫംഗ്ഷൻ ഡേറ്റ എല്ലാം നമ്മുടെ മിഡിൽ വെയർ സോഫ്റ്റ്വെയറിൽ കിട്ടിയിട്ട് ഇവിടുന്ന് അവരുടെ ERP സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ അതിനെ എക്സ്പോർട്ട് ചെയ്യും. മനസ്സിലുണ്ടോ? അവിടുന്ന് അതേമാതിരി ഡാറ്റ ഇമ്പോർട്ടും ചെയ്യാം, എക്സ്പോർട്ടും ചെയ്യാം. അപ്പോൾ അങ്ങനെ കസ്റ്റമർക്ക് സീംലെസ് ഓപ്പറേഷൻ കിട്ടുകയാണ്. അപ്പോൾ അവരുടെ ERP അതേമാതിരി കിട്ടും, ERPക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ത്രൂ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും വലിയ വലിയ ലീഡിങ് കമ്പനീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെസ്ലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുബ്രോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ, അവർ വലിയ വലിയ കമ്പനീസിനൊക്കെ നമ്മൾ ഇൻറ്റഗ്രേഷൻ ഒറാക്കിളായിട്ടും SAP ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി SAP സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രിൻറ്റേഴ്സ് നമ്മുടെ അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലഗ് ആൻഡ് പ്ലേ കൈൻഡ് ഓഫ് എ തിങ്. നമുക്ക് അധികം അതിന് എഫേർട്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് SAP സർട്ടിഫൈ ചെയ്താണ് ഈ പ്രിൻറ്റർ നമ്മുടെ സോഫ്റ്റ്വെയറിനൊപ്പം സർട്ടിഫൈഡ് ആണെന്നുണ്ട്. സോ യു ക്യാൻ സജസ്റ്റ് ദാറ്റ് പ്രിൻറ്റർ. അപ്പോൾ ഏത് തരം സോഫ്റ്റ്വെയർസ് ആണെങ്കിലും അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ പ്രിൻറ്റേഴ്സോ അല്ലെങ്കിൽ ഇവൻ ഹാൻഡിൽ സ്കാനേഴ്സ് ആയാലും ശരി നമുക്ക് അതിനെ ഈസിലി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നോട്ട് ഇഷ്യൂ. സോ അതുപോലെ തന്നെ സാറിനോട് ഷെയർ ചെയ്തൊരു കാര്യം ഉണ്ടായി. നമുക്കിപ്പം പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ, ബേക്കറി മാനുഫാക്ചറിങ്ങിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചില പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടി വരും, ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ അതുമായി ബന്ധപ്പെട്ട ഒരു നിഷ് സർവീസ് നമ്മൾ
ഓഫർ ചെയ്യുന്നത് സാർ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? നമ്മളൊരു BTS ഫുഡ് മാർക്ക് കൊണ്ട് നമ്മൾ ബേക്കറി മാർക്ക് കൊണ്ട് നമ്മളൊരു ബേക്ക് മാർക്ക് കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അത് ബേസിക്കലി എന്താ വെച്ചാൽ ഈ ഫുഡ് സേഫ്റ്റി കൗൺസിൽ പറയുന്ന സ്റ്റാൻഡേർഡ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഫുഡ് പ്രോഡക്ട്സിൻ്റെ മുകളിൽ എല്ലാം ലേബിളും വേണം. ആ ലേബിളിന് ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് ഡിസ്പ്ലേ ചെയ്യണം, അതിൻ്റെ കലോറി വാല്യൂ എന്താണ് ചെയ്യണം, അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻസ് എന്താണ് അതതിൽ വേണം, പിന്നെ അതേമാതിരി അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വെക്കണം എന്നുള്ള നിയമമാണ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആണ്. പക്ഷേ പല സ്ഥലത്തും നമുക്ക് കാണാം അത്ര ഇൻഫർമേഷൻ സാധാരണ ആൾക്കാർ വെക്കാറില്ല. അൺടിൽ അൺലെസ് വല്ല മറ്റേ അവർ റീഡ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് സീരിയസ് ആയിട്ട് വരാറുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി വെച്ചാൽ നമ്മുടെ ഒരു സൊല്യൂഷനാണ്. അതിലൊരു ബാർകോഡ് പ്രിൻറ്ററും പിന്നെ ലേബിളും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൽ കസ്റ്റമർക്ക് അവരുടെ പ്രോഡക്റ്റിന് ഒരിക്കൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ബ്രെഡ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു വീറ്റ് ബ്രെഡാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കാറ്റഗറി വൈസ് ബ്രെഡ് ഒരു കാറ്റഗറിയാണ്, കേക്ക് ഒരു കാറ്റഗറിയാണ്, ഓരോ സ്നാക്സ് ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് അതിൽ വൈറ്റ് ബ്രെഡ് ഉണ്ട്, വീറ്റ് ബ്രെഡ് ഉണ്ട്, പലതരം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് എൻ്റർ ചെയ്യാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഒരിക്കലും നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ ആ പർട്ടിക്കുലർ ഐറ്റം സെയിം ആയിരിക്കും. പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെ സ്റ്റോറേജ് കണ്ടീഷൻസ് മാറാൻ പോകുന്നില്ല. അപ്പോൾ അതേമാതിരി അതിൻ്റെ ബേസിക് ഡാറ്റാസ് ഉണ്ടല്ലോ, ആ ഡേറ്റാസ് എല്ലാം വൺ ടൈം എൻ്റർ ചെയ്യാം. അതിൽ കുറച്ച് വേരിയബിൾ ഡേറ്റാസ് ഉണ്ടാവും, ലൈക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് അല്ലെങ്കിൽ പാക്കിംഗ് ഡേറ്റ്, പിന്നെ അതുമാതിരി ബെസ്റ്റ് ബിഫോർ ഡേറ്റ്, അത് ഇത്ര ദിവസം വരെ ഷെൽഫ് ലൈഫ്, ബെസ്റ്റ് ബിഫോർ ഡേറ്റ്, പിന്നെ അതുവരെ എൻ്റെ MRP, ബാച്ച് നമ്പർ, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ വേരിയബിൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബേക്കറിയെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ അവരടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ മറ്റുള്ളൊരു ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ അവരടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അലാം വിത്ത് പ്രിൻ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഇന്നിപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തു, വീറ്റ് ബ്രെഡ് എടുത്തു, അതിൻ്റെ പാക്കിംഗ് ഡേറ്റ് സെലക്ട് ചെയ്തു, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരും, അതിൻ്റെ MRP എത്ര ഞാൻ സെറ്റ് ചെയ്തു, ബാച്ച് നമ്പർ വന്നു, പ്രിൻ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഡേറ്റാബേസിൽ അത് ഓട്ടോമാറ്റിക്കലി പിക്കപ്പ് ചെയ്യും. 100% എൻഷുർ ചെയ്യണു നമ്മൾ എന്താണ് എൻ്റർ ചെയ്ത് അതിനാണ് വരുള്ളൂ. അതേസമയം നമ്മളൊരു ഓപ്പറേറ്റർക്ക് കൊടുക്കുകയാണെങ്കിൽ ഓപ്പറേറ്റർക്ക് ഈസിലി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ, അറിഞ്ഞോ അറിയാതെ അവർക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റില്ല, അത് ചിലപ്പോൾ തെറ്റായിട്ട് വന്നു വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ നമ്മൾ ബേക്കറിക്ക് കൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് ബേക്കറിക്ക് വേണമെങ്കിലും ഫുഡ് ഐറ്റത്തിന് വേണമെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് അത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന എല്ലാ പാരാമീറ്റേഴ്സും ആസ് പെർ ഗവൺമെൻറ് റൂൾസ് പ്രകാരം അതിൽ വരുന്ന മാതിരി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ നമ്മുടെ തമ്മിൽ. ഓക്കെ, അപ്പോൾ നമ്മളെ ബേസിക്കായിട്ട് നമ്മൾ ബാർടെക്കിൻ്റെ സർവീസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിഷായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ വെയർഹൗസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നിഷ് സർവീസ് നമുക്കുണ്ട്. സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ അതിൻ്റെ ഒരു രീതി. ഏതൊരു ഓർഗനൈസേഷനിലും നമുക്ക് വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ആക്ച്വലി ഒരു വെയർഹൗസിൽ പോയി സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഓർഡർ വരുന്ന സമയത്ത് അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള സാധനം എടുത്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എത്രത്തോളം നമ്മൾ ഓട്ടോമേഷൻ ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ അയക്കുന്നു, അതേമാതിരി കറക്റ്റ് ക്വാണ്ടിറ്റീസ് അയക്കുന്നുണ്ടോ, അതേമാതിരി നമ്മൾ ചോദിക്കുന്ന സമയത്ത് സാധനങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലേ, ഇത്ര ഇൻഫർമേഷൻ ഉണ്ടെങ്കിലാണ് ഇത് നമ്മുടെ കമ്പനിയുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ വെയർഹൗസ് മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ BTS പ്രിൻ്റ് ആൻഡ് ട്രാക്ക് കൊണ്ട് നമ്മളൊരു വെയർഹൗസ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വെയർഹൗസ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബേസിക്കലി ദാറ്റ് കംപ്രൈസ് ഓഫ് കംപ്ലീറ്റ് വെയർഹൗസ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ സോഫ്റ്റ്വെയർ along with barcoding, using barcoding technology. You can use RFID also, but ഇന്നിപ്പോൾ മോസ്റ്റ്ലി predominant barcoding ആണ്, because it is very easy to adapt and not very expensive also. അപ്പോൾ ബിക്കോസ് ഓഫ് ദ ടെക്നോളജി ഫിയർ പീപ്പിൾ ആദ്യം ജനങ്ങൾ പോണത് ബാർകോഡിങ്ങിലേക്കാണ്. അപ്പോൾ ഈ വെയർഹൗസ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻ നമ്മുടെ BTS പ്രിൻ്റ് ആൻഡ് ട്രാക്ക് കൊണ്ടൊരു സൊല്യൂഷനാണ്. നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് പീപ്പിൾ ആർ വെരി ഹാപ്പി വിത്ത് ദ റെസ്പോൺസ്. കാരണം അതൊരു കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷനാണ്. ദോ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ്, ബട്ട് ദർ ഈസ് സം കൈൻഡ് ഓഫ് കസ്റ്റമൈസേഷൻ റിക്വയർഡ് ഫോർ എവറി കസ്റ്റമർ ടു കസ്റ്റമർ. ബേസിക്കലി ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷ് പ്രോഡക്റ്റ്, ദ മൊമെൻറ്റ് ഓഫ് ദ ഫിനിഷ് പ്രോഡക്റ്റ് റീച്ചസ് യുവർ ഫാക്ടറി, ഇറ്റ് ക്യാൻ ബി അത് നിങ്ങളുടെ ട്രേഡിംഗ് കമ്പനി നിങ്ങൾ വാങ്ങി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കാം, ഓട്ടോ ഇറ്റ് മേ ബി. ബട്ട് വൺസ് ഇറ്റ് റീച്ചസ് എ വെയർഹൗസ് ഏരിയ, ഇറ്റ് ഈസ് എ ഫിനിഷ് പ്രോഡക്റ്റ് റെസ്പെക്റ്റ് ഓഫ് ദാറ്റ്. അപ്പോൾ ആ ഫിനിഷ് പ്രോഡക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ആ പ്ലാറ്റ്ഫോമിൽ ഇറ്റ്സ് എ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, അതിൽ പോയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നമ്മൾ ക്യാപ്ചർ ചെയ്യും. ഫോർ എക്സാമ്പിൾ അതിൻ്റെ EN കോഡ് ആയിക്കോട്ടെ, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരെന്തായിക്കോട്ടെ, അങ്ങനത്തെ ഡീറ്റെയിൽസ് നമ്മൾ ക്യാപ്ചർ ചെയ്യും, ഇൻക്ലൂഡിങ് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ബാച്ച് നമ്പർ, ഇതൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബേസിസിൽ നമ്മളൊരു യുണീക്ക് ഫോമുല യൂസ് ചെയ്തിട്ട് നമ്മളൊരു ലേബിൾ, കാർട്ടൺ ലേബിൾ അല്ലെങ്കിൽ കേസ് ലേബിൾ ജനറേറ്റ് ആവും. ഇതെല്ലാം ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ദീസ് പീപ്പിൾ ഹാവ് ടു ജസ്റ്റ് എൻ്റർ ദ ഇൻഫർമേഷൻ. അതിൽ ചോദിക്കുന്ന ഇൻഫർമേഷൻ മാത്രം എൻ്റർ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഒരു കാർട്ടൺ ലേബിൾ ജനറേറ്റ് ആവും. ആ കാർട്ടൺ ലേബിളിൽ ഹ്യൂമൻ റീഡബിൾ ഇൻഫർമേഷൻസ് ഉണ്ടാവും, ആൾക്കാർക്ക് വായിക്കാൻ മനസ്സിലാവുന്ന മാതിരി. അതേമാതിരി തന്നെ അതിൽ
QR കോഡ് ബാർകോഡും നോർമൽ ലീനിയർ ബാർകോഡ്സ് ഉണ്ടാകും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ സാധനം, സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലൈഫ് ബോയ് സോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ലൈഫ് ബോയ് സോപ്പ് ഇപ്പോൾ ഒരു 1000 പീസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാർട്ടണിൽ 100 എണ്ണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് 10 കാർട്ടൺസ് ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഈ 10 കാർട്ടൺസിലും ഒരേ സാധനമാണ്, ഒരേ ബാർകോഡായിരിക്കും അതിൻ്റെ EN കോഡ്. പക്ഷേ ഈ 10 കാർട്ടൺസിൻ്റെ കാർട്ടൺ ബോക്സ് യൂണീക്ക് ആയിരിക്കും. മനസ്സിലുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് ദ സെയിം കാർട്ടൺ നമ്പർ ഈസ് യൂണീക്ക്. അപ്പോൾ നമ്മൾ ഏത് കാർട്ടൺ നമ്പർ റീഡ് ചെയ്താലും പിന്നീട് നമുക്ക് മനസ്സിലാവും ഇതിനുള്ള എന്താണ് ഐറ്റം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്, എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ലേബിൾ ജനറേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ ഈ ലേബിൾ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ഒട്ടിച്ചതിന് ശേഷം ദാറ്റ് പ്രോഡക്റ്റ് മൈറ്റ് ഹാവ് സം അതർ ലേബിൾസ്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഓൾറെഡി വേറെ പോലെ ബാർകോഡ്സ് ഉണ്ടാവും. ബട്ട് വി ആർ നോട്ട് ഗോയിങ് ഫോർ ദാറ്റ് ബിക്കോസ് അത് അവർ ഇൻറ്റർണൽ പർപ്പസിന് യൂസ് ചെയ്താണ്. നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഓൺ ഒരു ബാർകോഡിംഗ് ആണ് അതിൽ ചെയ്യുന്നത്. ആ ബാർകോഡിൽ ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ നേരെ പോണത് പുട്ടവേ എന്ന് പറയും. നമ്മൾ ഈ സാധനങ്ങൾ നമ്മുടെ റാക്കിൽ കൊണ്ട് വെക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വെച്ച് നമ്മൾ ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ റാക്കിന് വന്നിട്ട് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് യൂസിങ് ബാർകോഡിംഗ്, പെർമനൻറ്റ് ബാർകോഡ്സ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി മെറ്റൽ ബാർകോഡ്സ്, ഇറ്റ് ക്യാൻ ബി സ്ട്രോങ് അഡേസീവ് ബാർകോഡ്സ്, ഓട്ടോ ഇറ്റ് മേ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ ഓരോ റാക്കിലും കൊണ്ടിട്ട് ഈ ഓപ്പറേറ്റേഴ്സ് കൊണ്ട് വെക്കും. ഓപ്പറേറ്റേഴ്സ് കൊണ്ട് വെക്കുന്ന സമയത്ത് നമ്മൾ യൂസിങ് മൊബൈൽ ഹാൻഡിൽ ടെർമിനൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്കുന്ന കാർട്ടൺസും അവിടെയുള്ള റാക്കും നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിനെ മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യുന്ന സമയത്ത് ഓൺ റിയൽ ടൈം ബേസിസ് നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയറിൽ ഡാഷ്ബോർഡിൽ നമുക്ക് കാണിക്കും ഈ ഐറ്റം ഇപ്പോൾ ഏത് ലൊക്കേഷനിലാണ് കിടക്കണം എന്നുള്ളത്. അങ്ങനെ നമുക്കത് ക്യാപ്ചർ ആക്കി കഴിയും. ദ നെക്സ്റ്റ് പ്രോസസ് ഈസ് യു ആർ ഗെറ്റിംഗ് എൻ ഓർഡർ. സോ യു എൻ്റർ ദ ഓർഡർ ഇൻ ടു അവർ സോഫ്റ്റ്വെയർ ആൻഡ് ആസ് സൂൺ ആസ് യു എൻ്റർ ദ ഓർഡർ ഒരു പിക്ക് ലിസ്റ്റ് ജനറേറ്റ് ആവും. ആ പിക്ക് ലിസ്റ്റ് സോഫ്റ്റ് കോപ്പി നമ്മുടെ ഈ ഹാൻഡിൽ ടെർമിനൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം വിൽ ടെൽ യു ബേസ്ഡ് ഓൺ ദ കാൽക്കുലേഷൻ ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഏതാണ് ആദ്യം എക്സ്പയർ ആണ് അതിന് ആദ്യം കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് പ്രകാരം നമ്മുടെ സിസ്റ്റം വിൽ ഗൈഡസ്, ഇറ്റ് വിൽ ടെൽ യു പ്രോംപ്റ്റ് യു ടു ഗോ ടു റാക്ക് നമ്പർ സോ ആൻഡ് സോ. അപ്പോൾ ഈ F1 A1 എന്നുള്ള റാക്കിൽ സെയിം ഐറ്റം ഉണ്ടാവും നമ്മുടെ നിയറിൽ, പക്ഷേ ഇറ്റ് വിൽ നോട്ട് അലോ യു. നിങ്ങൾ അവിടെ പോയി സ്കാൻ ചെയ്താൽ അത് എടുക്കില്ല. ഇറ്റ് വിൽ ആസ്ക് യു ടു ഗോ ടു A6 ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ഗോയിങ് ടു എക്സ്പയർ ഫാസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മളത് സ്കാൻ ചെയ്യണം. എത്ര ഐറ്റംസ് വേണം അത് സ്കാൻ ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ റെക്കോർഡ് എത്ര ഐറ്റംസ് ആണ് ഏത് റാക്കിൽ നിന്ന് എടുത്ത്, കറക്റ്റ് ഐറ്റമാണോ എടുത്തത്, കറക്റ്റ് ക്വാണ്ടിറ്റിയാണ് എടുത്തത്. അത് റിയൽ ടൈം ബേസിസിൽ ത്രൂ വയർലെസ് സിസ്റ്റം നമ്മുടെ റെക്കോർഡിൽ നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവുന്നു. അതിനുശേഷം നിങ്ങൾ അതിനെ ട്രക്കിൽ കയറ്റി വിടുക, അല്ലെങ്കിൽ നിങ്ങൾ ലോറിയിൽ കൊടുക്കുക, ഓട്ടോ റിപ്പീറ്റ്. ആ ഓപ്പറേഷൻ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കുറേ പാലറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ റെഡി ഫോർ ഡിസ്പാച്ച്. പിന്നെ ഈ ലോഡിംഗ് ബേയിൽ വന്നിട്ട് സാധനങ്ങൾ കയറ്റുന്ന സമയത്ത് യു ജസ്റ്റ് സ്കാൻ ദിസ്. യു ക്യാൻ ഹാവ് എ കൺവെയർ സിസ്റ്റം ഓർ യു ക്യാൻ ഹാവ് എ മാനുവൽ ഓപ്പറേറ്റർ സിസ്റ്റം വെച്ച് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ എൻഷുർ ദാറ്റ് യു ആർ നോട്ട് മിക്സിങ് എനി ടു consignments. You are sending the right consignment to the right people. So you come to know exactly what is being loaded onto the truck. പിന്നെ ആ ട്രക്ക് ഓവറായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യു ക്ലോസ് ദ പ്രോസസ്. യു ക്യാൻ എൻറ്റർ ദ നെയിം ഓഫ് ദ ഡ്രൈവർ, യു ക്യാൻ എൻറ്റർ ദ വെഹിക്കിൾ നമ്പർ. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ സോഫ്റ്റ് കോപ്പി. ഈ ഇന്ന് ഈ ട്രക്കിൽ ഇന്ന നമ്പർ ട്രക്കിൽ ഇന്ന ഡ്രൈവർ മൊബൈൽ നമ്പറിൽ നമ്മൾ ഇന്ന സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. സോ ദിസ് ഇൻഫോർമേഷൻ ക്യാൻ ബി പാസ് ടു ദ ഡെസ്റ്റിനേഷൻ വിത്തിൻ സെക്കൻഡ്സ്. ഈ വണ്ടി ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ 4 ദിവസമാവാം, 4 മണിക്കൂറാവാം. അവിടെ എത്തുന്ന മുമ്പേ അവർക്കറിയാം ഇന്ന വണ്ടിയിൽ ഇന്ന ഐറ്റംസാണ് വരുന്നില്ല. So it is a correct information you are getting. So there is no wrong shipment, there is no short shipment, there is no mismatching, and നമുക്ക് ഏതാണ് എക്സ്പയർ ആവണം ആ ഐറ്റം ആണ് ഏറ്റവും ആദ്യം പോകുന്നത്. സോ ഇതെല്ലാം കൂടിയും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ് നമ്മുടെ BTS പ്രിൻ്റ് ആൻഡ് ട്രാക്ക് എന്നുള്ള സൊല്യൂഷൻ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് ട്രെയിനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ചില സമയത്ത് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് പറയും നമ്മുടെ ഓൾറെഡി ഇവിടെ ERP ഉണ്ട്, ഞാൻ SAP യൂസ് ചെയ്യുന്നുണ്ട്, SAP യൂസ് ചെയ്യുന്നുണ്ട്, ഹൗ ക്യാൻ ഇൻറ്റഗ്രേറ്റ്? വി ക്യാൻ വെരി ഈസിലി ഡു ദാറ്റ്. വി ഹാവ് ദ ടീം where we can integrate our software with SAP or any other software for that matter. അപ്പോൾ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. So there is absolutely a wonderful product I would say. Any organization who has got multiple products അവർക്ക് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് BTS പ്രിൻ്റ് ആൻഡ് ട്രാക്ക്. സോ വളരെ കൃത്യമാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമുക്ക് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹെക്റ്റിക്കാണ്. സോ വളരെ ഈസി ആയിട്ട് അത് ഒരു എററിനും സാധ്യതയില്ലാതെ അത്ര ആക്യുറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് സാർ നമ്മൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യം, റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ പറയും അതൊരു ഓട്ടോമേഷൻ വേണം, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റംസ് കീപ്പ് ചെയ്യണം. സോ അതിനെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പാർട്ടിക്കിന് കഴിയുക എന്നുള്ള കാര്യം സാർ ഒന്ന് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയത്, ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ
അച്ഛൻ സ്ട്രീറ്റ് ഷോപ്പ് തുടങ്ങി ലൈഫ് ലോങ് മുഴുവനും അയാളുടെ എൻ്റെ സ്റ്റേജ് വരെ ആ സ്ട്രീറ്റ് ഷോപ്പിൽ തന്നെ വിട്ടിട്ട് വേറെ എവിടെയും പോയില്ല, അതിൻ്റെ കൗണ്ടറിൽ തന്നെ ഇരിക്കും, കാരണം എല്ലാം ക്യാഷ് വരുന്നത് എടുക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ മകൻ വന്നു കഴിഞ്ഞാൽ മകൻ ആ ജനറേഷൻ മുഴുവൻ ആ സ്ട്രീറ്റ് ഷോപ്പ്. പക്ഷേ ഇന്നത്തെ ഡേറ്റിൽ യൂത്ത്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ഇംപ്ലിമെൻറ്റ് ന്യൂ ടെക്നോളജീസ് ആൻഡ് സിസ്റ്റംസ് ഇൻ പ്ലേസസ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും 24 hours ഉള്ളൂ. അപ്പോൾ ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങളതിനെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ട് ആൻഡ് ഗീവ് ദ എൻറ്റയർ തിങ് ടു എ ടീം ടു മാനേജ് ഇറ്റ്. ആൻഡ് യു ഷുഡ് ഗെറ്റ് ദ എൻറ്റയർ ഇൻഫർമേഷൻ ഓൺ യുവർ മൊബൈൽ എവറി ഡേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നപ്പോൾ ആൻഡ് യു ഷുഡ് നമ്മുടെ ബീങ് എൻ്റർപ്രണർ അല്ലെങ്കിൽ യുനോ സ്റ്റോർ ഓണർ, യുവർ ടൈം ഈസ് മോർ വാല്യബിൾ ദാൻ എനിബഡി എൽസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര പെട്ടെന്ന് മൾട്ടിപ്പിൾ സ്റ്റോർസ് തുറക്കാൻ പറ്റും, സോ ദാറ്റ് യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഇൻകം ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലാണ്ട് ഒരു സ്റ്റോറിൽ തന്നെ ഇരുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്റ്റോർ വേണമെങ്കിൽ നോക്കിക്കോളൂ, അതിലെല്ലാറ്റും ഫസ്റ്റ് ഓഫ് ഓൾ അവർ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സിസ്റ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് ഓൺലി കമ്പ്യൂട്ടറൈസേഷൻ ഗീവ്സ് ഓൺലി 80% ഓട്ടോമേഷൻ. ബട്ട് അലോങ് വിത്ത് കമ്പ്യൂട്ടറൈസേഷൻ ഇഫ് യു ഇംപ്ലിമെൻറ്റ് ബാർകോഡിംഗ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ ക്യാപ്ചറിംഗ്, നമ്മൾ ADC എന്ന് പറയും, അതിൻ്റെ ഒരു ഭാഗമാണ് ബാർകോഡിംഗ്. ഇങ്ങനത്തെ ബാർകോഡിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്കത് 95 to 98% ഓട്ടോമൈസേഷൻ ആവുന്നത്. അപ്പോൾ നമുക്ക് അധികം ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ തന്നെ, അത് പ്ലസ് ഇപ്പോൾ CCTV കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അധികം ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓപ്പറേഷൻസ് നടത്താവുന്ന ടെക്നോളജീസ് ആണ്. അപ്പോൾ ഏതൊരു സക്സസ്ഫുൾ ചെയിൻ സ്റ്റോഴ്സ് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേൾഡ് വൈഡ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാർടെക്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാർടെക് BTS റീറ്റെയിൽ ഗുരു കൊണ്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റീറ്റെയിൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഇസ് എ സൂപ്പർ മാർക്കറ്റ് or a hypermarket or a footwear shop or a textile shop, ready-made shop, anything, even for that matter ഒരു റൈസ് മിൽ ആയിക്കോട്ടെ, സപ്പോസ് അവർ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ടാവും, മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, അത് ആ ട്രഡീഷണൽ വേയിലാണ് പോകണം. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു പാലക്കാടിൽ ഒരു റീഡിങ് ഷോപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഉള്ളിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കും, എന്നിട്ട് ഷോപ്പിന് വിൻഡോയിൽ വന്നിട്ട് പറയും എന്തൊക്കെയാണ് മേടിച്ചു പറയാം, മല്ലിപ്പൊടി ഇത്രയും മുളക് പൊടി ഇത്രയും, മേടിച്ചാൽ ജെന്യൂൻ ആണെങ്കിൽ എത്ര പറയാം, പക്ഷേ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തതെന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സൊല്യൂഷൻ കൊടുത്തത്, ആദ്യം തന്നെ കസ്റ്റമർ വന്നിട്ട് കൗണ്ടറിൽ വന്നിട്ട് പറയും എനിക്ക് ഇന്ന ഐറ്റംസ് ആണ് മെനു നോക്കിയിട്ട്. അപ്പോൾ അവർ കമ്പ്യൂട്ടറിലൂടെ നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം, ടോക്കൺ അടിക്കണം. ആ ടോക്കണിൽ ഒരു മല്ലിപ്പൊടി 1 കിലോ ഇന്ന സാധനം എത്ര എഴുതുന്നുണ്ട്, ആ ടോക്കൺ ഇട്ട് പേയ്മെൻറ്റ് ആദ്യം തന്നെ കൊടുക്കണം. എന്നിട്ട് ഇവർ ഷോപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് സാധനങ്ങൾ കൊടുക്കണം. സോ ഇറ്റ് ഈസ് സേഫ്. കസ്റ്റമർക്കും മനസ്സിലായി. മറ്റേത് പല സമയത്ത് ബില്ല് കിട്ടാത്ത സമയത്ത് കസ്റ്റമർക്ക് തോന്നൽ ഇവർ എത്ര രൂപ ചാർജ് ചെയ്തു, എണ്ണയ്ക്ക് എത്ര ചാർജ് ചെയ്തു, മുളക് കൊടുക്കാൻ ആർക്കൊണെങ്കിൽ മിസ്റ്റേക്ക് വരാം, 240 സ്ഥാനത്ത് 260 ചാർജ് ചെയ്താലോ. അപ്പോൾ അവർക്ക് മനസ്സിനുള്ളിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവറി കസ്റ്റമർ ഈസ് ഹാപ്പി വെൻ ഇറ്റ്സ് എ ബിൽ, കോപ്പി ഓഫ് ദ ബിൽ. ഇവൻ ദോ അയാൾ 2 സെക്കൻഡ് കൊണ്ട് ചെയ്ത് കളയായിരിക്കും, പക്ഷേ നല്ല കിട്ടുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ നമ്മുടെ റീറ്റെയിൽ ഗുരു അങ്ങനത്തെ ചെറിയൊരു ഷോപ്പ് മുതൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് വരെ, ഇൻക്ലൂഡിങ് വെജിറ്റബിൾസ് ഉണ്ട്, വെയിങ് സ്കെയിൽ ഉണ്ട്, അതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന റീറ്റെയിൽ ഗുരു, BTS റീറ്റെയിൽ ഗുരു എന്നൊരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഉണ്ട്. അത് നമുക്ക് ടച്ച് പോസിൻ്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റും, വെയിങ് സ്കെയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, വെജിറ്റബിൾസും ഫ്രൂട്ട്സും യൂസ് ചെയ്യാൻ അതിൽ സെക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ഇൻറ്റഗ്രേറ്റഡ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അറ്റ് എ വെരി എക്കണോമിക്കൽ പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു ഡിമാൻഡിങ് പ്രോഡക്റ്റാണ് മാർക്കറ്റിൽ. സോ ദാറ്റ് ഈസ് ഓൾസോ അവൈലബിൾ വിത്ത് us. So thank you for sharing valuable information, Vijay sir. Thank you very much. ഹായ്. അപ്പോൾ നമ്മൾ ബാർടെക്കിൽ നമ്മുടെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിജയ് സാറിൻ്റെ ബ്രദറായിട്ടുള്ള രാജേഷ് സാർ നമ്മുടെ കൂടെയുണ്ട്. സോ സാറ് നമ്മൾ പ്രിൻറ്റേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ സോഫ്റ്റ്വെയർ ഡിവിഷനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കൺസ്യൂമേഴ്സിനെ കുറിച്ച് നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാൻ പറ്റും സാർ? തീർച്ചയായിട്ടും. ബാർകോഡിൻ്റെ മെയിനായിട്ടൊരു കൺസെപ്റ്റ് വരുന്നത് ഈ കൺസ്യൂമബിൾസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനത്തെ കൺസ്യൂമബിൾസ് എങ്ങനത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണു, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ നമുക്ക് ബില്ലിംഗ് റോൾസ് വെച്ചിട്ട് തുടങ്ങാം. ബില്ലിംഗ് റോൾസ് നമ്മുടെ അടുത്ത് ആക്ച്വലി പല വെറൈറ്റിയിലും വരുന്നുണ്ട്. ഇത് ആക്ച്വലി 2 ഇഞ്ചിൻ്റെ ബില്ലിംഗ് റോളാണ്, 56 mm വരുന്ന ബില്ലിംഗ് റോളാണ്. പിന്നെ ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ഈ സ്വൈപ്പിംഗ് മെഷീൻസ് ഒക്കെ ഇല്ലേ, അതിൽ യൂസ് ചെയ്യുന്ന റോൾസാണ്. പിന്നെ ഇതിൻ്റെ മീറ്റേഴ്സ് വന്നിട്ട് ഒരു ഏകദേശം ഒരു 15-20 മീറ്റേഴ്സ് വരെ ഉണ്ടാവും. പക്ഷേ ബാർടെക്കിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് എക്സാക്ട് എത്ര മീറ്റർ പറഞ്ഞു നമ്മൾ, കാരണം നമ്മൾ മാനുഫാക്ചറേഴ്സാണ്, അപ്പോൾ നമ്മൾ എത്ര മീറ്റർ പറയണോ അത്ര മീറ്റർ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ തെർമോകെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രാൻഡിനെ തെർമോകെയർ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ ആക്ച്വലി ഇത് 3 ഇഞ്ചിൻ്റെ തെർമൽ റോളാണ്. 3 ഇഞ്ചിൽ നോർമലി 40 മീറ്റേഴ്സ് വരാറുണ്ട്, 45 മീറ്റേഴ്സ് വരാറുണ്ട്, 50 മീറ്റേഴ്സ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എത്ര മീറ്റർ ആണോ അത്ര മീറ്ററിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇത് കൂടാതെ ഒരു 4 ഇഞ്ചിൻ്റെയും കൂടി ഉണ്ട്. ഇതാണ് 4 ഇഞ്ചിൻ്റെ റോൾസ്.
ഇത് നോർമലി 4 inches width ആണ്. ഇതിലും സെയിം അതേമാതിരി തന്നെ നമുക്ക് 50 meters 100 meters വരെ ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ട് ബേസിക്കലി ഇത് ഡയറക്റ്റ് തെർമൽ മെറ്റീരിയലാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടഡ് പേപ്പറാണ്. ഇന്ത്യൻ മേക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല, കാരണം ഇന്ത്യൻ മേക്കിൽ അത്ര നല്ലൊരു ക്വാളിറ്റി വരാറില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇമ്പോർട്ടഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതിന് ശേഷം പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ലേബിൾസ് ആണ്. ഇപ്പോൾ ലേബിൾസിൽ പല ടൈപ്പിലുള്ള ലേബിൾസ് വരുന്നുണ്ട്. നോർമലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പേപ്പർ ലേബിൾസിൽ. പേപ്പർ ലേബിൾസ് എന്ന് പറയുമ്പോൾ ഈ ക്രോമോ ലേബിൾസ് എന്ന് പറയും, ക്രോമോ ആർട്ട് ലേബിൾ. അതാണ് ബേസിക് സ്റ്റാൻഡേർഡ് തുടക്കത്തിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് സാമ്പിൾസ് ഇതിൽ നോർമൽ പേപ്പർ ലേബിൾ. അപ്പോൾ അതിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് പല ഇതിലും നോർമൽ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ലേബിളാണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ലേബിൾ വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടിയർ പ്രൂഫ് ലേബിൾസ് വേണം, വാട്ടർ റെസിസ്റ്റൻസ് ലേബിൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുമാതിരി പോളിസ്റ്റർ ലേബിൾസ് യൂസ് ചെയ്യാം. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിയർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഏത് സർഫേസിലും നമുക്ക് കുറേ കാലം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ലേബിൾസ് യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ പിന്നെ ലേബിൾസിൽ നമുക്ക് പ്രീ പ്രിൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ് ടു 6 colors വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സപ്പോസ് ചില സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, അവർക്ക് അവരുടെ ലോഗോ പ്രിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ലേബിൾ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഈസിലി ഇമ്പോർട്ട് ചെയ്യാം. കാരണം നമ്മുടെ മെഷീൻസിൽ നമുക്ക് ഡൈ കട്ടിങ്ങും പ്രിൻറ്റിങ്ങും ഒന്നിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി തന്നെ ഞാൻ ഈ ബില്ലിംഗ് റോൾസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബില്ലിംഗ് റോൾസിൽ നമുക്ക് പ്രീ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നോർമലി ഇവിടെയാണ് നമ്മുടെ ബിൽസ് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് അവരുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ഒന്ന് അഡീഷണൽ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഹോളോഗ്രാം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സാക്റ്റ് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും പ്രോഡക്റ്റിൽ. ഹോളോഗ്രാം കൊടുത്തിട്ട് ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വന്നിട്ട് സ്റ്റാൻഡേർഡ് ഹോളോഗ്രാം കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയുടെ പേര് വെച്ചിട്ടുള്ള ഹോളോഗ്രാം കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സൈസും ഷേപ്പും ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ സൈസ് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റ്, ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ വെയിങ് സ്കെയിൽ ലേബിൾസ് ആണ്. ഇത് ബേസിക്കലി ഡയറക്റ്റ് തെർമൽ ലേബിൾസ് ആണ്. ഇത് നോർമലി നമ്മൾ പച്ചക്കറി ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് വെയ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ലേബിൾ വരുന്ന ആ ലേബിളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റിബണിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഹീറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൽ ഇംപ്രഷൻ വരും, പ്രിൻറ്റ് ഇംപ്രഷൻ വരും. അപ്പോൾ ഇത് ബൾക്കായിട്ട് നമ്മൾ ചെയ്തിട്ട് റീസെല്ലേഴ്സിനും കസ്റ്റമേഴ്സിനും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഏതൊരു വെയിങ് സ്കെയിൽ മെഷീനിലും സൂട്ടബിൾ ആവുന്ന മാതിരിയുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഒരു ബ്ലൂ കളറിലൊക്കെ കാണുന്ന ഒരു ഇതാണ് ബാർകോഡ് റിബൺസ് എന്ന് പറയുന്നത്. റിബൺസ്, ഓക്കെ. അപ്പോൾ ഈ റിബൺസ് ഇപ്പം ഞാൻ ലേബിൾസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ലേബിൾസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേബിൾസ് വരുന്നുണ്ട്. അതിന് ഏത് ടൈപ്പ് ഓഫ് റിബണാണ് സ്യൂട്ടബിൾ എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ നോർമലി പേപ്പറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ റിബൺ യൂസ് ചെയ്താൽ മതി. അതേമാതിരി തന്നെ പോളിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് സ്മജ് പ്രൂഫ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ അത് കേട് വരാൻ പാടില്ല, കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ കേട് വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള റിബൺ ഉണ്ട്. ഈ റിബണും നമ്മളിവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൊല്യൂഷൻസുമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഇപ്പം ബാർകോഡുമായി റിലേറ്റഡ് ആയിട്ട് നമുക്കതിൻ്റെ കൺസ്യൂമബിൾസ് എന്തൊക്കെയുണ്ടോ അത് കൃത്യമായിട്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സോ ഇത്തരം ഇൻഫർമേഷൻസ് നമ്മളോട് ഷെയർ ചെയ്ത രാജേഷ് സാറിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു ബാർടെക്കിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ എങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻസ് എന്ന് വിജയ് സാർ നമുക്കൊന്ന് ഒരു ഡെമോ തരുന്നതായിരിക്കും. സാർ ഒന്ന് എന്താണ് അതിൻ്റെ പർപ്പസ്? ഇത് ബേസിക്കലി ഒരു ഹാൻഡിൽഡ് ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന് പറയാം. ഓക്കെ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ, ടച്ച് സ്ക്രീൻ ബേസ്ഡ് ആണ്. ഇത് സ്റ്റൈലസ് ഇതിൽ നമുക്കൊരു കാർട്ടേജ് ഇടാൻ പറ്റും. HP കാർട്ടേജ് വരും. ആ കാർട്ടേജ് ഇട്ടിട്ട് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫുഡ് പ്രോഡക്ട്സിൽ, പോളിത്തീനിൽ അല്ലെങ്കിൽ പാക്കറ്റ്സിൽ ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, MRP
എന്നൊക്കെ അടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് 2-3 തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് വന്നിട്ട് ഇത് ഇതിൽ നമുക്ക് എന്താ മാറ്റർ വേണ്ടിച്ചാൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്തിട്ട് നമുക്കിതിൽ കാർട്രിഡ്ജ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു ട്രിഗർ ഉണ്ട്. ഈ ട്രിഗർ അമർത്തി ഇതിനെ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റിങ് വരും. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സെക്കൻഡ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്, ഇതിന് നമുക്ക് കൺവെയറിൽ മൗണ്ട് ചെയ്യാം. ഇപ്പോൾ മാനുവലി ചെയ്യുന്ന സമയത്ത് കുറേ പാക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ കൺവെയറിൽ മൗണ്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ വരുന്നുണ്ട്. ഈ കൺട്രോളർ വന്നിട്ട് കുറച്ചുകൂടി വലുതായിരിക്കും, നമുക്ക് കൺവെയറിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനത്തെ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. ടെക്നോളജി സെയിം ആണ്. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൽ 2 തരം ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് 1/2 ഇഞ്ച് കാർട്രിഡ്ജ് ആണ്. 1/2 ഇഞ്ച് കാർട്രിഡ്ജ് പറയുമ്പോൾ 12.5 mm, അതായത് ഹൈറ്റ് 12 mm ഹൈറ്റ് വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 3 ലൈനോ 4 ലൈനോ ആണെങ്കിൽ അത്രയും ഫോണ്ട് സൈസ് ചെറുതാക്കണം. അതിനുശേഷം നെക്സ്റ്റ് വന്നിട്ട് 1 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് വരെയുള്ള മാറ്റർ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഫോണ്ട് സൈസ് കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ കസ്റ്റമർ റിക്വയർമെൻറ്റ് നമുക്ക് 1/2 ഇഞ്ചിൻ്റെ പ്രിൻറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ പ്രിൻറ്റർ ഏതാ വേണ്ടിച്ചാൽ മേടിക്കാം. ഓപ്പറേഷൻസ് എല്ലാം സെയിം ആണ്, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഒരു കാർട്രിഡ്ജ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാർട്രിഡ്ജിൽ ഏകദേശം മോർ ദാൻ 12 lakh ക്യാരക്ടേഴ്സ് നമുക്ക് 10 to 12 lakh ക്യാരക്ടേഴ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോണ്ട് സൈസ്. ഞാൻ പറഞ്ഞത് ഒരു 2 mm ഫോണ്ടാണ് പറഞ്ഞത്. ആ ഫോണ്ട് സൈസ് വെച്ച് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയെ വരുള്ളൂ ഒരു പ്രിൻറ്റിങ്ങിന്. അപ്പോൾ ഇതിന് വേറെ അഡ്വാൻറ്റേജ് എന്ത്, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മെറ്റൽ ആയിക്കോട്ടെ, ക്ലോത്ത് ആയിക്കോട്ടെ, വുഡ് ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, മോണോ കാർട്ടൺസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും സർഫേസ് ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഒരു എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഫുഡ് ഇൻഡസ്ട്രിയിൽ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ വോളിയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കൺവെയർ ബേസ്ഡ് ആക്കാം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൺവെയർ ബേസ്ഡ് സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്ററിൻ്റെ റിക്വയർമെൻറ്റ്. സോ താങ്ക് യു ഫോർ ദി വാല്യബിൾ ഇൻഫർമേഷൻ സാർ. ഓക്കെ, നമ്മൾ ബാർടെക്കിൽ മറ്റൊരു പ്രൊഡക്റ്റ് കൂടെ നമുക്കൊരു ഡെമോ കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് വിജയ് സാർ പ്ലീസ്. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ നമ്മൾ പറയുന്നത് മൊബൈൽ ഹാൻഡൽ ഡിവൈസ് ആണ് പറയുന്നത്. സത്യം മൊബൈൽ തന്നെയാണ്, ഹാൻഡൽ ഡിവൈസ് ആണ്. ഇത് പിസ്റ്റൾ ഗ്രിപ്പാണ് ഇതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫുൾ ഫംഗ്ഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഗൂഗിള് അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ കലണ്ടർ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആൻഡ്രോയിഡ് ഡിവൈസ് ആണത്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, എല്ലാം ഉണ്ട്. പ്ലസ് അത് കൂടാണ്ട് ഇതിൽ ബാർകോഡ് സ്കാനർ ഉണ്ട്. ബാർകോഡ് സ്കാനർ ഇൻബിൽറ്റ് ആണ്, ഹൈ പവർ ബാർകോഡ് സ്കാനറാണ്. പിന്നെ ഇതിൽ അടുത്ത ബാർകോഡിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് RFID എന്ന് പറയുന്നത്, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ RFID ഇൻറ്റഗ്രേറ്റ്, ഈ ഡിവൈസാണ് RFID, അതിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. RFID വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഒരു ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. 3 തരം ഫ്രീക്വൻസി ഉണ്ട്. LF ഉണ്ട്, ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, UHF, അൾട്രാ ഹൈ ഫ്രീക്വൻസി. ഇപ്പോൾ നമ്മുടെയുള്ളത് UHF ആണ്. ഈ ബാർകോഡിലും RFIDയിലുള്ള മെയിൻ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാർകോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ബാർകോഡ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാർകോഡ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടാവണം, നമ്മൾ അതിനെ റീഡ് ചെയ്യണം ഇങ്ങനെ. ഓക്കെ, അതേ സമയത്ത് RFID ആകുമ്പോൾ ലൈൻ ഓഫ് സൈറ്റ് വേണ്ട. നമ്മൾ 360 ഡിഗ്രി എവിടെ പോയിട്ട് സ്കാൻ ചെയ്താൽ അത് സ്കാൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു RFID ലേബിളാണ്. ഇതിനുള്ളിൽ ഒരു ചിപ്പ് ഉണ്ട്, ശരിക്കും ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഇതിനുള്ളിൽ കൺസീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് RFID എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസ്റ്റൻസ്, ക്വാളിറ്റി ഓഫ് ദ ചിപ്പ്, നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണം സ്കാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബാർകോഡാണ് ഇതിൽ എനേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാം ഇത്രയും ഡിസ്റ്റൻസിന് ഈ ബാർകോഡ് ഇതിന് റീഡ് ചെയ്യും. അത് ഓരോ പ്രാവശ്യം റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ സാധനം വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൽ സ്റ്റോർ ആവും. അതേ സമയത്ത് ഇപ്പോൾ ഇതിൽ വൈഫൈ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിൽ നമ്മളിത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ സെർവറിൽ ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. സാധാരണ ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്ന് നമ്മളിത് സ്റ്റോർ ചെയ്തിട്ട് ഇതിനെ കൊണ്ടുവരുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൽ USB കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ ഡൗൺലോഡ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ബാച്ച് മോഡ്. ഇത് വന്നിട്ട് റിയൽ ടൈം ബേസിസിലാണ്. അതാണ് ഞാൻ വെയർ ഹൗസിൻ്റെ ആപ്ലിക്കേഷനിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞത്. നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനും ഐറ്റം സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെർവറിൽ അത് അപ്ലോഡ് ആവും. അപ്പോൾ ഇതിൽ ബാർകോഡ് സ്കാൻ ചെയ്യാം. ഇതിൽ QR കോഡ് ആണെങ്കിൽ QR കോഡും ചെയ്യാം, അല്ല നോർമൽ ബാർകോഡ് ആണെങ്കിൽ നോർമൽ ബാർകോഡ് ചെയ്യാം. പ്ലസ് ഇത് കൂടാണ്ട് ഇതിൽ നമുക്ക് RFID പോസിബിലിറ്റി ഉണ്ട്. ഇതിൽ തന്നെ RFIDൻ്റെ ഇതുണ്ട്, UHF. ഇത് വെച്ചിട്ട് ഇതിപ്പോൾ റീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സാധനം എവിടെയാണെങ്കിലും ഇത് റീഡ് ചെയ്യും. ഇതിനെനിക്ക് ലൈൻ ഓഫ് സൈറ്റ് ആവശ്യമില്ല, ഞാൻ ഇങ്ങോട്ട് നോക്കി ചെയ്താലും ചെയ്യും. കാരണം ആ ഫ്രീക്വൻസി അത്രയും ഡിസ്റ്റൻസിൽ ആ റേഡിയസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ബേസിക്കലി ഗാർമെൻറ്റ്സിൽ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ ഫാസ്റ്റാഗ് യൂസ് ചെയ്യുന്ന സെയിം ടെക്നോളജിയാണ്.
ഇപ്പോൾ ഞാൻ നമ്മുടെ കാറിലുള്ള RFID ഫാസ്റ്റാഗ് ഉണ്ടല്ലോ, അത് കൊണ്ടുകൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എനിക്ക് ഇതിൽ കിട്ടും. ഓക്കെ. അപ്പോൾ RFID വളരെ പോപ്പുലർ ആയിക്കൊണ്ട് വരുന്ന നെക്സ്റ്റ് ടെക്നോളജിയാണ്. വളരെ ഫാസ്റ്റായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. റീറ്റെയിൽ മുതൽ നമുക്ക് ടൂൾ റൂമിൽ യൂസ് ചെയ്യാൻ പറ്റും, അസറ്റ് മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും, പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ദാൻ ബാർകോഡിങ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ സാധാരണ ജനങ്ങൾ ആദ്യം ബാർകോഡിങ് യൂസ് ചെയ്യും. ടെക്നോളജി ഫിയറൊക്കെ ഒന്ന് മാറി ഈ ടെക്നോളജി എനിക്ക് സൂട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് വേണം പറഞ്ഞ സ്ഥലത്ത് അവർ RFIDയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് RFID ടെർമിനലാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസും ഇതിനോടനുബന്ധിച്ച് കൺസ്യൂമേഴ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. Okay. Thank you very much for the valuable information regarding this instrument. Okay. My pleasure. Thank you.